മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മൂപ്പൻ്റെ വീടാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ അമലു ഒരു പാത്രത്തിൽ ചായയുമായിട്ട് വന്നിട്ട് ഗംഗ കിടന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊട്ടുവാണ് കേട്ടോ, ഡോറിൽ അനങ്ങുന്നില്ല. അപ്പോൾ എന്താ ഇന്നലെ വിളിച്ചിട്ടും ഡോറ് തുറന്നില്ലല്ലോ. അപ്പോൾ പതുക്കെ തള്ളി നോക്കുമ്പോൾ പിന്നെ ഡോറ് തുറക്കുകയാണെങ്കിൽ വാതിൽ കുറ്റിയിടാതെയാണോ കിടന്നതെന്ന് പറഞ്ഞിട്ട് വിനായകേട്ടാന്ന് വിളിക്കുമ്പോൾ അവിടെ ഇല്ല, ആരും ഇല്ല അകത്ത്. വിനായകേട്ടാന്ന് അവൾ 2 പ്രാവശ്യം വിളിക്കുകയാണ്, അപ്പോഴും അനക്കമൊന്നുമില്ല. പിന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പുറത്ത് മൊത്തം നോക്കുകയാണ് കേട്ടോ. ആ സമയത്തേക്ക് മൂപ്പൻ ഫ്രണ്ടിൽ ഇരുന്നിട്ട് പല്ലിങ്ങനെ തേക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ ചോദിച്ചു, അപ്പനെങ്ങാനും വിനായകേട്ടനെ കണ്ടോ? പിന്നെ ഇവിടെയൊന്നും കാണുന്നില്ല എന്ന് പറയുവാണ്. മൂപ്പൻ പറയും, ഇല്ല, ഈ രാവിലെ വെളുപ്പാങ്കാലത്ത് എവിടെ പോകാനാണ്? അതുമല്ല, കാട്ടിലേക്കെങ്ങാനും ഇറങ്ങിയെങ്കിൽ ഈ സമയത്ത് അപകടമാണല്ലോ, അത് ആ കൊച്ചനെ അറിയാവുന്നതാണല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ നേരെ നമ്മുടെ വെയിലും ഇറങ്ങി വരുവാണ് കേട്ടോ. എടാ, ആ കൊച്ചനെ കണ്ടോടാ, ആ കൊച്ചനെ കാണുന്നില്ല എന്ന് പറയുന്നു എന്ന് പറയുകയാണ്. ആരെ? വിനായകനെയാണെന്ന് പറയുവാണ്. ഇല്ല, ഞാൻ കണ്ടില്ല എന്ന് വെയിലു പറയുവാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ അവൻ പറ്റിച്ചിട്ട് മുങ്ങുമെന്ന്. ഇപ്പോൾ ആരോടും ഒരു വാക്ക് പറയാതെ അവൻ മുങ്ങില്ലേ എന്ന് പറയുവാണ്. അപ്പോൾ മൂപ്പൻ പറയാം, അങ്ങനെ പോകേണ്ടതല്ലല്ലോ. അപ്പോൾ അമേലും പറയുകയാണ്, അങ്ങനെ പോകത്തില്ല എന്ന് പറയുവാണ്. ഇനി ഇയാൾ വിനായകേട്ടൻ എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അമലു ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത്. അപ്പോൾ വേലു പറയുവാണ്, ഇവളെന്തൊക്കെയാ ഈ പറയുന്നേ, ഞാൻ എന്ത് ചെയ്തു എന്നാണ്. അപ്പോൾ അമലു പറയണം, അല്ല നിങ്ങൾക്ക് വിനായകേട്ടനോട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുവാണ്. അപ്പോൾ മൂപ്പൻ പറയുവാണ്, മോളെ, ഇവിടെ അതിഥിയെ വന്ന ഒരാളെ അങ്ങനെയൊക്കെ ഇവൻ ചെയ്യുമോ മോളെ എന്ന് ചോദിക്കുവാണ്. അമലു പറയാണ്, ഇയാൾക്ക് വിനായകേട്ടനോട് ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇയാൾ ചെയ്യുമെന്ന് പറയുവാണ്. ഇവക്ക് തലയ്ക്ക് വട്ടാണ് മാമ, അതുകൊണ്ടാണ് ഇവളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ മൂപ്പൻ പറയാം, അല്ല ഇവൾ പറയുന്നതിലും കാര്യമുണ്ട്. അതുപോലെയല്ല ആ കൊച്ചനെ ശത്രുവായിട്ട് കണ്ടിരുന്നതെന്ന് പറയുമ്പോൾ വെയില് പറയാം, അവൻ ആൾ ശരിയല്ലെന്ന് ഞാൻ ഇപ്പോഴും പറയുവാണ്. അവൻ്റെ മട്ടഭാവം കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു സംശയമുണ്ട്, അവന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, സംസാരിക്കാൻ പറ്റാത്തതായിട്ട് അവൻ അഭിനയിക്കുവാണോ എന്ന് സംശയമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ വെയിലു. അമലിനാണ് ഇത് കേൾക്കും ഭയങ്കര ദേഷ്യമാണ് വരുന്നത്. വിനായകേട്ടനെ കാണാനില്ല, ആ സമയത്തും പറയുന്നത് കേട്ടോ അപ്പാന്ന് പറയുവാണ്. നീ ഒന്നും മിണ്ടാതിരിക്കുക വെയിലൊന്നും മൂപ്പൻ പറയുവാണ് കേട്ടോ. ആ സമയത്ത് ഗംഗപ്രസാദ് പതുക്കെ നടന്നു വരുന്നുണ്ടേ. അപ്പോൾ അമലു കാണുവാണ് കേട്ടോ വിനായകൻ നടന്നു വരുന്നത്. നോക്കിക്ക് ആരാ വരുന്നതെന്ന്. അപ്പോൾ മൂപ്പനും വേലും അമലു കൊണ്ട് നോക്കി നിൽക്കുവാണേ. അപ്പോൾ അമലു ചോദിക്കുകയാണ്, അതെ എവിടെ പോയതെന്ന് വിനായകേട്ടാന്ന് പറയുമ്പോൾ അവൻ കൈ കൊണ്ട് കാണിക്കായിട്ട് ഇവിടെ നടക്കാൻ പോയെന്ന്. അപ്പോൾ ചോദിക്കാൻ നടക്കാൻ പോയെന്നാണോ പറയുന്നത്? അതേന്ന് അവൻ തലയാട്ടുവാണേ. മൂപ്പൻ പറയണം, മോനെ ഈ സമയത്ത് ഇറങ്ങി നടക്കരുത്, ഈ സമയത്ത് മനുഷ്യനെ കടിച്ചു കീറുന്നങ്ങളൊക്കെ ഇറങ്ങുന്ന സമയമാണെന്ന് പറയുവാണേ. ഇതിനാണ് വിനായകേട്ട ഈ സാഹസം കാണിക്കുന്നത്, ഈ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങളാരും അറിയത്തു പോലും ഇല്ലല്ലോ എന്നൊക്കെ അമലു പറയുവാണേ. അമലു പറയണേ, എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ശരീരഭാഗങ്ങൾ കിടക്കും, എല്ലൊന്നും മൃഗങ്ങൾ കൊണ്ടുപോകത്തില്ലല്ലോ എന്ന് പറയാം. അപ്പം ഇയാൾ ഇങ്ങനെയാണല്ലേ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ നേരെ മൂപ്പൻ പറയണം, മിണ്ടാതിരിയടാ എന്ന് പറയുവാണ്. രാവിലെ ഒരു ചായ നിർബന്ധമാണല്ലോ, എന്താ പിന്നെ അത് കുടിക്കാതെ പുറത്തേക്ക് പോയത്? അപ്പോൾ മൂപ്പൻ പറയാം, അത് മാത്രമല്ല ഇപ്പോൾ രാവിലെ നല്ല തണുപ്പുമല്ലേ. അപ്പോൾ വെയിലു പറയാം, അല്ലേ ഇയാൾക്ക് നാട്ടിൽ ശത്രുക്കളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ആരെങ്കിലും ഫോറസ്റ്റുകാരോ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ എന്ന് പറയുമ്പോൾ മൂപ്പനും പറയാം, അത് ശരിയാണ്, ഫോറസ്റ്റുകാർ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ എന്ന് പറയുമ്പോൾ വേലു പറയാണ്, ഇപ്പോൾ ഫോറസ്റ്റുകാരുടെ മുമ്പിൽ നിന്ന് പോലും ഇയാളെ മറച്ചു പിടിച്ചിരിക്കുമല്ലേ. അപ്പോൾ പുള്ളി പിന്നെ ഗംഗ പറയും, ഇവിടെ അടുത്ത് വരെ പോകുള്ളൂ എന്നുള്ളതൊക്കെ എനിക്ക്. അപ്പോൾ അമല് പറയാം, അച്ഛാ അപ്പം ഇവിടെ അടുത്ത് വരെ പോയിട്ടുള്ളൂ എന്ന് പറയുവാണെന്ന് പറയുവാണ്. മോളെ എങ്കിൽ പോയി ചായ കൊടുക്ക്, മോളെ പോയി ചായ കുടിക്കുന്നു പറയുമ്പോൾ വാ വിനായകേട്ടാന്നും പറഞ്ഞിട്ട് അവൾ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ വേലു പറയുകയാണെ, അവൻ എന്തോ കള്ളത്തരമുണ്ട്. ഇവരകത്തോട്ട് പോയി കേട്ടോ അമലു. പിന്നെ ഗംഗ അകത്തോട്ട് പോയപ്പോൾ വേലു പറയാം, അവനെന്തോ ഒരു കള്ളത്തരമുണ്ട്, മാമൻ അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ തുടങ്ങിയെന്ന് മൂപ്പൻ പറയുവാണേ. എണീക്കുമ്പോൾ നിന്നെ കണി കണ്ടാന്ന് കരുതിയിട്ടായിരിക്കും ആ കൊച്ചൻ പുറത്തോട്ട് പോയി എന്നൊക്കെ മൂപ്പൻ പറയുവാണേ. പിന്നെ കാണിക്കുന്നത് ഗംഗ റൂമിൽ ഇങ്ങനെ ഇരുന്ന് എന്തോ ചിന്തിക്കുന്ന സമയത്തേക്ക് അമലു ചുക്ക് കാപ്പിയാന്നും പറഞ്ഞ് കൊടുക്കുവാണേ. വിനായേട്ടൻ എന്താ പണി കാണിച്ചേ? പിന്നെ വിനായേട്ടൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട്, അതിനൊരു പരിശോധന നടത്തേണ്ട കാര്യമില്ല, അതെനിക്ക് ഉറപ്പായി എന്ന് പറയുവാണ് അമലു. മുന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് വിനായകേട്ടനെ കാണാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് പറയുകയാണ് അമലു. വേദനയും ജലദോഷമൊന്നും പിടിക്കേണ്ട, അത് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ചുക്ക് കാപ്പി ഗംഗ കുടിക്കുവാണേ. നല്ല ചൂടുണ്ടല്ലേ, നാവ് കൊള്ളുന്നുണ്ടല്ലേ, എന്നെ കുറച്ചു നേരം വിഷമിപ്പിച്ചതല്ലേ, അപ്പോൾ ഇച്ചിരി ചൂടോടെ തന്നെ കുടിച്ചോളൂ എന്ന് പറയുകയാണ്. വേലുവാണെങ്കിൽ വിനായകേട്ടനെ കുറ്റപ്പെടുത്തുകയും ചെയ്തായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുന്നവർ ഞങ്ങളോട് നന്ദികേടാണ് എപ്പോഴും കാണിക്കാറുള്ളത്, അതുകൊണ്ടായിരിക്കാം വേലു അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുകയാണ്. അതോടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.